നമ്മുടെ മേഘാലയ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നമ്മളിപ്പോൾ മേഘാലയയിൽ നിന്ന് ആസാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളിലായിട്ട് നിങ്ങളിപ്പോൾ കുറേ ഗുഹകൾ പോലെ കണ്ടിട്ടുണ്ടാവും. അത് ഇവിടുത്തെ ആൾക്കാർ തന്നെ തുറന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. അത് ഈ ഒരു ഏരിയയിൽ കുറേ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഗുഹ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ മണ്ണെടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഗുഹ പോലെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട ഏരിയയിലൊക്കെ അവരുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ടൂറിസം ആയിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് അത് ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടുതലും കുറേ സ്ഥലങ്ങളിലായിട്ട് ഈ കല്ല് പൊട്ടിച്ചിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. കണ്ടില്ല, ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ ഇരുന്ന് കല്ല് പൊട്ടിക്കണ കാണാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലൊന്നും അധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ല. കാരണം തീരെ റഷ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. റോട്ടിൽ നോക്കുമ്പോൾ ആ സൈഡിൽ നിന്നാണെങ്കിലും ഓരോ വണ്ടികൾ വരുന്നു, ഈ സൈഡിലാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ അത്. നല്ല റോഡ് കണ്ടാൽ പിന്നെ എനിക്ക് അപ്പം ഡ്രൈവ് ചെയ്യണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കോലം കണ്ടോ, പൊടിയിൽ മുങ്ങി കൊളിച്ച പോലെ അവസ്ഥയാണ്. അമ്മാതിരി പൊടിയായിരുന്നു കേട്ടോ വരുന്ന വഴിക്കൊക്കെ. ഡൗക്കിലോട്ട് വരുന്ന വഴിക്ക് കണ്ടില്ലേ, അതേപോലെ തന്നെ കേട്ടോ തിരിച്ച് ഈ വരുന്ന വഴിക്കൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി റോട്ടിൽ കൂടെ എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അധികം നേരം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ റോഡിൻ്റെ വിധമൊക്കെ മാറിയിട്ടോ. ഇത് പറഞ്ഞാൽ ആസാമിലേക്ക് കിടന്നിട്ടുണ്ട്. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ പറ്റ അബദ്ധമായിരുന്നു കേട്ടോ. ഫുള്ള് കുണ്ടും കുഴിയും കല്ലും മണലൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളാണെങ്കിൽ സാധാരണ മേഘാലയയിൽ നിന്ന് ആസാമിക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗുവാഹത്തിയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് വരിക. പക്ഷെ നമ്മൾ വേറെ ഗൂഗിൾ മാപ്പിൽ ഒരു ഷോർട്ടസ്റ്റ് വേ കണ്ടിട്ട് ഈ വഴി പോരാന്ന് പറഞ്ഞ് പോന്നു. എന്തായാലും മടുക്കുമ്പോൾ പകുതി സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഈ വഴിയിലെന്ന് പറഞ്ഞാൽ സ്റ്റേ പോയിട്ട് ഒരു ഹോട്ടൽ പോലും ഇല്ലായിരുന്നു. ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഈ റോഡ് ചെന്നെത്തുന്ന ഇതേ റോഡ് കുറേ ദൂരം കഴിഞ്ഞ് ചെന്നെത്തുന്ന ഒരു നാഷണൽ ഹൈവേയിലാണ്. അവിടുന്ന് പിന്നെ അധികം ദൂരം ഇല്ല നമ്മുടെ അവിടേക്ക്. പിന്നെ നമ്മളപ്പോൾ ഒറ്റ ഡ്രൈവിൽ തന്നെ നമ്മുടെ വീടെത്തുകയും ചെയ്തു കേട്ടോ. പക്ഷെ ടോട്ടലി ഫെഡപ്പായി നമ്മൾ. അത്രത്തോളം ഇത്രയും വന്ന ട്രാവലിൻ്റെ എൻജോയ്മെൻറ്റ് മുഴുവൻ ഒറ്റ റോഡോടെ തീർന്നു കിട്ടി.